ഏറ്റവും സ്നേഹം നിറഞ്ഞ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ജോസ്മൻ മുണ്ടയ്ക്കൽ, ബഹുമാനപ്പെട്ട തോളങ്കരപ്പാറ തോമസ് സാറെ, പ്രിയ മാർട്ടിൻ സാറെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, പ്രിയ വിദ്യാർത്ഥിനികളെ, സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് കൊടുവനാൽ സെന്റ് ജോൺസ് ഡബ്ല്യൂസിയാൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ നടത്തുന്ന മൂന്നാമത്തെ സ്വാതന്ത്ര്യ ദിന പ്രഭാഷണ പരമ്പരയായ ഫ്രീഡം സ്പീച്ച് നമ്മൾ കുറച്ച് ആലങ്കാരികമായി പറഞ്ഞാൽ സീസൺ 3 ആണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. നമ്മൾ പല വർഷങ്ങളിലും സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട പ്രസംഗ പരമ്പര കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിന്റെ ആ മഹത്വവും നമ്മൾ ആരും കുടിയിരിക്കുന്ന ആരും പാരതന്ത്ര്യം എന്താണെന്ന് അനുഭവിച്ചിട്ടില്ല നമ്മളാരും. പക്ഷേ പാരതന്ത്ര്യത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചവർ മാത്രമേ സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. എങ്കിലും ഒത്തിരിയേറെ പ്രഭാഷണങ്ങൾ ഇന്ന് ഈ വേദിയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പറും നമ്മുടെ പ്രിയങ്കരമായ ശ്രീ ജോസ്മോൻ മുണ്ടയ്ക്കൽ അവர்களാണ്. ഞാൻ ജോസ്മോനെ ഇവിടെ പരിചയപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മുടെ കോട്ടയം ജില്ലയിലെ അല്ല, കേരളത്തിലെ പ്രമുഖരായ എല്ലാ വ്യക്തികളും അറിയുന്ന ഒരു സുമനസ്സിന്റെ ഉടമയാണ് ജോസ്മോൻ. രാഷ്ട്രീയ പ്രവർത്തനത്തിന് അതീതമായി മനുഷ്യന് പാവപ്പെട്ടവന്, കഷ്ടപ്പാട് അനുഭവിക്കുന്നവന്, ദുരിതം അനുഭവിക്കുന്നവന് എന്തൊക്കെ ആവശ്യം വേണമോ അതെല്ലാം ഓടി നടന്ന് ചെയ്യുന്ന ഒരു നല്ല സാമൂഹ്യ പ്രവർത്തകൻ എന്ന് ജോസ്മോനെ വിശേഷിപ്പിക്കാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ള നമ്മുടെ നാട്ടുകാരനായ, നമ്മളിൽ ഒരാളായ, നമ്മളെ എല്ലാവരെയും, നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മൻ മുണ്ടയ്ക്കൽ അവരുടെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ കൊടുവനാലിലെ വളരെ പ്രമുഖമായ ഒരു ക്ലബ്ബാണ് റോട്ടറി ക്ലബ്ബ്. അവര് നമ്മുടെ സമൂഹത്തിന് വേണ്ടി അനവധിയായ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ഒത്തിരിയേറെ കാര്യങ്ങൾ അവര് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മളിവിടെ സ്വാതന്ത്ര്യദിന പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചപ്പോഴെല്ലാം റോട്ടറി ക്ലബിനെ റെപ്രസെന്റ് ചെയ്ത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ഇവിടെ വന്ന് പ്രസംഗിക്കാറുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ വർഷം ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കിവിടെ കുട്ടികൾക്ക് വേണ്ടി ഇവിടെ ഒരു ഫുട്ബോൾ പരിശീലനം നടത്തിയത് റോട്ടറി ക്ലബ്ബുകാർ അവരുടെ ധനസഹായത്തോടു കൂടിയാണ് നമ്മൾ അതെല്ലാം ചെയ്തത്. അപ്പോൾ ആ റോട്ടറി ക്ലബിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് റോട്ടറി ക്ലബ് അംഗങ്ങളായ ബഹുമാനപ്പെട്ട തോമസ് സാറ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാറ് തീർച്ചയായിട്ടും നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംവദിക്കാനുണ്ടോ? സാറ് ഒരു വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സാറിൽ നിന്നും നല്ലൊരു പ്രഭാഷണം നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പ്രിയങ്കരനായ മാർട്ടിൻ സാറിന് റോട്ടറി ക്ലബിന്റെ കഴിഞ്ഞ മുമ്പിലത്തെ വർഷത്തെ പ്രസിഡന്റ് ആയിരുന്നു സാറ് ഈ വേദിയിൽ വന്ന് ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് നിങ്ങളോട്. ഏതായാലും ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനായ സാറിന് നിങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് പറയുവാനുണ്ട്. ബഹുമാനപ്പെട്ട തോമസ് സാറിനെയും അതുപോലെ തന്നെ മാർട്ടിൻ സാറിനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളു. എൻ്റെ പ്രിയപ്പെട്ട അനധ്യാപക സുഹൃത്തുക്കൾ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാവരെയും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവമായി പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോസ്മോൻ മുണ്ടയ്ക്കൽ സാറിനെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനായ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ പ്രിയങ്കരനായ പെരുമ്പള്ളി സോണി സാറ്, റോട്ടറി ക്ലബിൻ്റെ പ്രതിനിധികളായി എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട തോളങ്കരപ്പാറയിൽ തോമസ് സാറ്, പ്രിയപ്പെട്ട കൊച്ചൻ സാറ്, നിലവേലിൽ മാർട്ടിൻ സാറ്, ബഹുമാനായ അധ്യാപകരെ, അനധ്യാപകരെ,
ഏറ്റവും വാത്സല്യമുള്ള വിദ്യാർത്ഥികളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ കുപ്പുകയും. നമ്മുടെ രാജ്യത്തിൻ്റെ 79ാം സ്വാതന്ത്ര്യ ദിനമാണ്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് ഇന്ന് 78 വർഷങ്ങൾ പിന്നിടുകയാണ്. 1947 ഓഗസ്റ്റ് 14-ാം തീയതി പാതിരായ്ക്കാണ്, 15-ാം തീയതിയുടെ പുലരിയിലാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നത്. ആ ഓർമ്മകൾ പിന്നിട്ടിട്ട് 78 വർഷങ്ങൾ ഇന്ന് കഴിയുകയാണ്. സോണി സാർ സൂചിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജനിച്ചവരാണ് നമ്മളെല്ലാവരും. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഭാരതത്തിൽ ജീവിച്ചിരുന്നവരാരും ഇപ്പം നമ്മുടെ ഈ വേദിയിലില്ല, ഈ സദസ്സിലുമില്ല. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുൻപുണ്ടായിരുന്ന അവസ്ഥകളെല്ലാം നമ്മൾ പഠിക്കുന്നത് ചരിത്രത്തിലൂടെയാണ്. എത്രയോ ആളുകളുടെ കഠിനാധ്വാനം, എത്രയോ ആളുകളുടെ ജീവൻ ബലി കൊടുത്ത്, എത്രയോ ആളുകളുടെ സമ്പത്തും അവരുടെ ആയുസ്സും ആരോഗ്യവും എല്ലാം നഷ്ടപ്പെടുത്തി രാജ്യത്തിന് വേണ്ടി സമർപ്പിതമായ പ്രവർത്തനം നടത്തി ഭാരതത്തിലെ ജനങ്ങളെ മുഴുവൻ സ്വാതന്ത്ര്യം എന്ന ആ വലിയ പൊൻപുരലിലേക്ക് അവരെ എല്ലാം ആനയിക്കുവാൻ വേണ്ടി മഹാത്മജിയുടെ നേതൃത്വത്തിന് എത്രയോ വലിയ പരിശ്രമമാണ് പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ രാജ്യത്ത് നടന്നത്. അതിന് പരിസമാപ്തിയാണ് വാസ്തവത്തിൽ 1947 ബ്രിട്ടീഷുകാര് ഇന്ത്യക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം നൽകുവാനായിട്ട് തീരുമാനമെടുത്തത്. നമ്മുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടിയിട്ടാണ് 78 വർഷങ്ങൾ പിന്നിടുന്നത്. യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നാം നേടുന്ന രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനും അപ്പുറമായിട്ട് ഭാരതത്തിലെ 130 കോടി ജനങ്ങളും ഇന്ന് എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രരായെങ്കിൽ മാത്രമേ നമ്മുടെ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിന് പോലും അർത്ഥമുള്ളൂ. ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും ഇന്നും ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയുണ്ടോ? ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും കയറി കിടക്കാൻ പാർപ്പിടമുണ്ടോ? ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടത്തുവാനുള്ള ശേഷിയുള്ളവരായിട്ട് നമ്മുടെ രാജ്യം മാറിയിട്ടുണ്ടോ? മാറിയിട്ടില്ല. അപ്പൊ യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കണമെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ വിഭാഗം ജനങ്ങളിലേക്കും എല്ലാ അർത്ഥത്തിലുമുള്ള സ്വാതന്ത്ര്യം എന്ന് എത്തിച്ചേരുന്നു എന്നാണ് യഥാർത്ഥ സ്വാതന്ത്ര്യ ദിനം നമുക്ക് ആഘോഷിക്കുവാൻ സാധിക്കുന്നത്. അപ്പൊ ഓരോ സ്വാതന്ത്ര്യ ദിനവും വാസ്തവത്തിൽ അതിലേക്കുള്ള ചവിട്ടുപടിയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ സമൂഹത്തിലുള്ള, നമ്മുടെ രാജ്യത്തുള്ള ദുർബല വിഭാഗത്തിൽപ്പെട്ട ആളുകള്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ, അവരെ എല്ലാം സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു ഉയർത്തിക്കൊണ്ട് അവർക്കും യഥാർത്ഥമായ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനുള്ള വിധത്തിലേക്ക് നമ്മുടെ ഭരണ സംവിധാനങ്ങളാകെ മാറി മറിയുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിൽ തന്നെ അർത്ഥമുണ്ടാകുന്നത്. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ 78 വർഷക്കാലം കൊണ്ട് നമ്മുടെ രാജ്യം അഭിമാനിക്കുന്ന നേട്ടങ്ങളാണ് നേടിയിട്ടുള്ളത്. എത്രയോ മേഖലയിൽ നമ്മുടെ രാജ്യത്തിന് ലോകത്തിലെ മറ്റ് രാഷ്ട്രങ്ങൾക്കൊപ്പമോ അതിനേക്കാൾ മുൻപന്തിയിലോ നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചു. അപ്പൊ 78 വർഷക്കാലം കൊണ്ട് കുറവുകളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും നേട്ടങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് പിന്നോട്ടല്ല. നമ്മുടെ രാജ്യം ഇന്നും പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ മഹത്തായ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ലോകത്ത് ഒരു രാഷ്ട്രത്തിലും കാണാത്ത ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. ഇന്ത്യയിലെ ഏറ്റവും പ്രബല സമുദായമായിട്ടുള്ള ഹൈന്ദവർക്കും ഈ രാജ്യത്തെ ഏറ്റവും ചെറിയ ജനവിഭാഗമായിട്ടുള്ള പാഴ്സി വിഭാഗത്തിൽപ്പെട്ടവർക്കും തുല്യനീതി ഉറപ്പുവരുത്തുന്നതാണ് ഇന്ത്യയുടെ ഭരണഘടന. 78ാം സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ 79ാം സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് നാളെ നമ്മൾ കടക്കുമ്പോൾ ഇന്ന് വാസ്തവത്തിൽ നമ്മുടെ ഭരണഘടനയെ പോലും വെല്ലുവിളിക്കപ്പെടുന്നു എന്നൊന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആഘോഷത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് നമ്മുടെ നാട്ടുകാരായിട്ടുള്ള 2 കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ വെച്ച് വലിയ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്തു എന്നതിന്റെ പേരിൽ 2 ആഴ്ച കാലത്തോളം ജയിലറിക്കുള്ളിലേക്ക് കന്യാസ്ത്രീകളെ അടയ്ക്കപ്പെട്ടത് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കാണുകയുണ്ടായി. അപ്പൊ വാസ്തവത്തിലെ ഇവിടുത്തെ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന വിധത്തിൽ
നമ്മുടെ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് ജാതിയിലും മതത്തിലും വിശ്വസിക്കാനും പ്രവർത്തിക്കാനും അതിന്റെ പ്രചാരകരായിട്ട് മാറുവാനും ഒരു ജാതിയിലും മതത്തിലും വിശ്വസിക്കാതെ ജീവിക്കുവാനുമുള്ള അവകാശം നൽകുന്നതാണ് നമ്മുടെ ഭരണഘടന. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഇന്ത്യയിലെ ഏറ്റവും പ്രബല വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ജാതിയും മതവും ഇല്ലാത്ത ആളുകൾക്കും അവരുടെ മനസ്സിൽ ഫീൽ ചെയ്യണം, ഇതെന്റെ രാജ്യമാണ്, ഇതെന്റെ രാജ്യമാണ് എന്നൊരു ഫീലിങ്സ് ഇന്ത്യയിലെ മുഴുവൻ വിഭാഗം ജനങ്ങൾക്കും ഈ രാജ്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഉണ്ടാകണം. അതാണ് നമ്മുടെ മഹത്തായ ഭരണഘടന വാസ്തവത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിന് വാസ്തവത്തിൽ ഇന്ന് പലതരത്തിലുള്ള പോറലുകൾ ഏൽക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് വാസ്തവത്തിൽ മലയാളികളായിട്ടുള്ള 2 കന്യാസ്ത്രീകള് ഏതാണ്ട് 2 ആഴ്ചകൾക്ക് മുൻപ് ഛത്തീസ്ഗഡിൽ ജയിലറയ്ക്കുള്ളിലേക്ക് അടയ്ക്കപ്പെട്ടത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വിദ്യാഭ്യാസം രംഗപ്പെടുത്താൻ, ആരോഗ്യ പരിപാലനം രംഗപ്പെടുത്താൻ അതിലൊത്തിരിയേറെ സംഭാവനകൾ നൽകിയിട്ടുള്ളതാണ് ഇവിടുത്തെ വിവിധ ജാതി മത സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ സ്ഥാപനങ്ങളുമെല്ലാം. അതിലേറ്റവും പ്രബലമായ സംഭാവന ചെയ്തിട്ടുള്ള ഒരു സമുദായത്തിന്റെ പ്രതിനിധികളാണ് ഈ കാലഘട്ടത്തിൽ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ടത് എന്നുള്ളത്. 79ാം സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യ ദിനത്തിന്റെ തന്നെ കളറ് കുറയ്ക്കുന്ന സംഭവമാണ് അടുത്ത നാളുണ്ടായത്. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പത്രങ്ങളിൽ വായിച്ചാൽ, ദൃശ്യമാധ്യമങ്ങൾ തുറന്നാൽ, സോഷ്യൽ മീഡിയ തുറന്നാൽ നമ്മൾ കാണുന്നത് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിൽ അടുത്ത പാളിച്ചുണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇവിടെ പഞ്ചായത്ത് സംവിധാനം മുതൽ പാർലമെന്റ് സംവിധാനം വരെ ജയിക്കുന്നവർ തോക്കും, തോക്കുന്നവർ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ചെന്ന് വരും. അതാണ് നമ്മുടെ സംവിധാനം. സ്ഥിരമായിട്ട് ആരുടെയും കൈകളിലേക്ക് ജനാധിപത്യം എത്തണം എന്നാഗ്രഹിക്കുന്നവരല്ല ജനങ്ങൾ. ഭരണകൂടങ്ങൾ മാറി മാറി വരുമ്പോൾ ഓരോ ഭരണകൂടത്തിന്റെയും മികവുകളും ഭരണകൂടങ്ങൾക്കുണ്ടാകുന്ന പരാജയങ്ങൾ ആവർത്തിക്കാതിരിക്കാനും പുതിയ പുതിയ ഭരണ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. കാലാകാലങ്ങളിൽ അതുകൂടെ നേട്ടങ്ങളും നമ്മുടെ രാജ്യം ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണല്ലോ തെരഞ്ഞെടുപ്പ്. ഓരോ പൗരനും അവന് ആഗ്രഹിക്കുന്ന പ്രതിനിധിയെ തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ഒരുപക്ഷെ അവന്റെ ചിന്തയ്ക്കനുസൃതമായിട്ട് ഭൂരിപക്ഷം പേരും ചിന്തിച്ചെങ്കിൽ മാത്രമേ അവൻ വോട്ട് ചെയ്യുന്നയാൾ ജയിക്കത്തുള്ളൂ. പക്ഷെ അവന്റെ ചിന്തയ്ക്കനുസൃതമായിട്ട് മൈനോറിറ്റിയാണ് ചിന്തിക്കുന്നതെങ്കിലും മജോറിറ്റിയാണ് ചിന്തിക്കുന്നതെങ്കിലും യഥാർത്ഥമായ ജനാധിപത്യത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ് വോട്ടവകാശം അത് കൃത്യമായി വിനിയോഗിക്കുക എന്നുള്ളത്. ആ കാര്യത്തിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എവിടെയൊക്കെയോ ക്രമക്കേടുകളോ പാകപ്പിഴകളോ നടന്നു എന്നൊരു സംശയം അന്തർധാരയിൽ നിൽക്കുമ്പോൾ അവയൊന്നും സത്യമല്ലാതായി മാറട്ടെ എന്ന് മാത്രമാണ് പറഞ്ഞത്. അതൊക്കെ സത്യമാണെങ്കിൽ 78 വർഷങ്ങൾ പിന്നിട്ട് കഴിയുമ്പോഴും നമ്മുടെ രാജ്യം ചെന്നെത്തി നിൽക്കുന്നത് അപകടകരമായിട്ടുള്ള അവസ്ഥയിലാണ് എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ യാഥാർത്ഥ്യങ്ങളാണെന്ന് സംശയിക്കുകയും യാഥാർത്ഥ്യങ്ങളിലേക്ക് അത് വിരൽ ചൂടുകയും ചെയ്യുമ്പോൾ അവയെല്ലാം ഇനി ആവർത്തിക്കാതിരിക്കാനും നടന്നിട്ടുള്ളതാണെങ്കിൽ നടന്നിട്ടുള്ളതല്ലാതാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നടന്നിട്ടുള്ളതാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ നമ്മുടെ രാജ്യത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ജനാധിപത്യത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ആ നിലയ്ക്ക് നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യം ഓരോ ഭാരതീയരെയും സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഒന്നുകൂടെ സ്നേഹിക്കുവാനുള്ള ദിവസമാണ് ഓഗസ്റ്റ് 15. നമ്മുടെ രാജ്യത്തെ കൂടുതലായിട്ട് ഉൾക്കൊള്ളുവാനുള്ള മനസ്സിന് നമ്മളിലേക്ക് ഉണ്ടാകേണ്ട ദിവസമാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 15-ാം തീയതി. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ത്യജിച്ച മഹാത്മജിയെ പോലെയുള്ള ധീരദേശാഭിമാനികളുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ദിവസമാണ് ഓഗസ്റ്റ് മാസം 15-ാം തീയതി. ഓഗസ്റ്റ് 15-ാം തീയതി ഒരു ദിവസത്തേക്കല്ല, ആ ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ദേശസ്നേഹം, നമുക്ക് ലഭിക്കുന്ന നമ്മുടെ രാജ്യത്തെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ അത് ജീവിതത്തിൽ നിലനിർത്തി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നാം യഥാർത്ഥ ഭാരതീയരായിട്ട് മാറുന്നത്. വിദ്യാർത്ഥികളായിട്ടുള്ള നിങ്ങൾക്കും ഇവിടെ സ്റ്റേജിലിരിക്കുന്ന ഞങ്ങൾക്കും അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓൺലൈനിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും
നമ്മുടെ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാകുവാൻ സാധിക്കുന്നവരാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള നിങ്ങൾ നന്നായി പഠിച്ച് മിടുക്കരായി നമ്മുടെ നാടിനും വീടിനും രാജ്യത്തിനും എല്ലാം അഭിമാനങ്ങളായി നിങ്ങൾ മാറുമ്പോൾ നിങ്ങളിലാണ് ഭാവി ഭാരതം വാസ്തവത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള അരിതായ്മയിലേക്ക്, മൂല്യച്യുതിയിലേക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള സാമൂഹിക തിന്മകളിലേക്ക് പുതിയ തലമുറ ചെന്ന് പതിക്കുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് നല്ല തലമുറയില്ലാത്ത സമൂഹമായി നമ്മുടെ സമൂഹം മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികളായിരിക്കുന്ന നിങ്ങളും നല്ലത് ചിന്തിക്കുവാനും സഹജീവിയെ സ്നേഹിക്കുവാനും രാഷ്ട്രത്തോടും നമ്മുടെ നാടിനോടും ഒക്കെ ഇഷ്ടമുള്ളവരായിട്ട് മാറുന്നവരായിട്ട് നിങ്ങൾക്ക് മാറണം. അതിനുള്ള പ്രേരണ നിങ്ങൾക്ക് ലഭിക്കുന്ന ദിവസങ്ങളായിരിക്കണം വാസ്തവത്തിൽ സ്വാതന്ത്ര്യ ദിനം. അമേരിക്ക പ്രസിഡന്റ് ആയിരുന്ന ആള് പറഞ്ഞതുപോലെ അമേരിക്ക എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതിനപ്പുറമായിട്ട് എനിക്ക് അമേരിക്കയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ സാധിച്ചു, അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പോലെ ഈ രാജ്യം എനിക്ക് എന്ത് നൽകി എന്നുള്ളതിനപ്പുറമായിട്ട് ഈ രാജ്യത്തിന് വേണ്ടി നമ്മുടെ മഹത്തായ ഭാരതാംബയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളതാണ് കരണീയമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ആ നിലയ്ക്ക് ഓരോ സ്വാതന്ത്ര്യ ദിനവും നമ്മുടെ മനസ്സിനെ പുനർചിന്തനത്തിലേക്ക് നയിക്കപ്പെടുന്നതായിരിക്കണം. നന്മയിലൂടെ മുന്നോട്ട് നീങ്ങുവാനുള്ള പ്രേരണ നൽകുന്നതായിരിക്കണം. ഈ രാജ്യത്തെ നമ്മുടെ സമൂഹത്തിലെയും പാവപ്പെട്ടവരോട് കരുണ കാണിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ദിവസങ്ങളായിരിക്കണം. എനിക്കുള്ള അവകാശം പോലെ തന്നെ മറ്റൊരാൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. എനിക്കുള്ള സൗകര്യം പോലെ തന്നെ മറ്റൊരാൾക്കും ആ സൗകര്യങ്ങൾ ഉപയോഗിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന നമുക്ക് എല്ലാവർക്കും നൽകുന്നതാണെന്നുള്ളൊരു ബോധ്യത്തിൽ സഹജീവികളെ ചേർത്ത് പിടിക്കാനും കരുതലോടുകൂടെ അവരെ കാണുവാനായിട്ടും നമുക്ക് സാധിക്കേണ്ടതായിരിക്കുന്നു. രാജ്യത്തെ ഭരണാധികാരികൾക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ മഹാത്മജിയോട് അന്നത്തെ കാലഘട്ടത്തിലെ പത്രക്കാർ ചോദിച്ചു, പുതിയ ഭാരതത്തിന് എന്താണ് അങ്ങയുടെ സന്ദേശം? ഗാന്ധിജി മറ്റൊന്നും പറഞ്ഞില്ല, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം, എൻ്റെ ജീവിതമാണ് പുതിയ ഭരണാധികാരികൾക്കുള്ള എൻ്റെ സന്ദേശം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. നമുക്കും പറയുവാൻ സാധിക്കണം, പുതിയ തലമുറയ്ക്ക് നിങ്ങൾ വിദ്യാർത്ഥിയായി കഴിയുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് സ്കൂൾ വിട്ടു പോകുമ്പോൾ എന്താണ് ഈ സ്കൂളിൽ പഠിക്കുന്ന നിങ്ങളുടെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ ക്ലാസ് സ്കൂളിലായിരിക്കുന്ന കുട്ടികൾക്കുള്ള നിങ്ങളുടെ മെസ്സേജ് എന്ന് ചോദിക്കാൻ നിങ്ങൾക്കും പറയുവാൻ സാധിക്കണം, എൻ്റെ ജീവിതമാണ്, ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ ഈ സ്കൂളിൽ പഠിച്ചപ്പോൾ ചെയ്ത നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിലൂടെയുള്ള എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് എനിക്കും നിങ്ങൾക്കും പറയുവാൻ സാധിക്കുമെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ നല്ല ഭാരതീയരായിട്ട് അവിടെ നമ്മൾ മാറുകയാണ്. രാജ്യത്തെ ഭരണാധികാരികളെല്ലാം രാഷ്ട്ര സ്നേഹമുള്ളവരായിട്ട് മാറും. ജാതിക്കും മതത്തിനും എല്ലാം അതീതമായി മനുഷ്യരെ സ്നേഹിക്കുവാൻ എല്ലാ ഭാരതീയരെയും ഒന്നായി കാണുന്ന ഭരണ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടത്. എല്ലാ ആളുകൾക്കും തങ്ങളുടെ പ്രതിനിധിയാണ്, എല്ലാവരുടെയും പ്രതിനിധികളാണ് ഭരണാധികാരികൾ എന്ന് തിരിച്ചറിയുകയും പ്രവർത്തിക്കുകയും അതിനനുസൃതമായിട്ട് ഭരണകൂടങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരികയും ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ രാഷ്ട്രത്തോടും ഭരണ സംവിധാനങ്ങളോടും നമുക്ക് വാസ്തവത്തിൽ സന്തോഷവും കൂടുതൽ അടുപ്പവും തോന്നുന്നത്. ജനാധിപത്യം 78 വർഷങ്ങൾ അല്ലെങ്കിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 78 വർഷങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ ആളുകൾക്കിടയിൽ ചിലപ്പോൾ ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ രാജഭരണമല്ലായിരുന്നോ ഇതിന് ഭേദം ഇത് ചിന്തിക്കുന്നവരുണ്ട്. രാജാക്കന്മാരുടെ ഭരണത്തിൽ നിന്നും അറുതി വന്നുകൊണ്ടാണല്ലോ ജനാധിപത്യത്തിലേക്ക് നമ്മുടെ രാജ്യം മാറുന്നത്. കേരളത്തിൽ തന്നെ എത്രയോ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ഓരോ രാജാക്കന്മാരും ആ രാജാക്കന്മാരുടെ അധീനതയിലുള്ള സ്ഥലങ്ങളുടെ രാജാവായി നിന്നുകൊണ്ട് പ്രജകൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഇത്രയും മൂല്യച്യുതി, ഇത്രയും അഴിമതികൾ, ഇത്രയും അനുരായ്മകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടോ എന്ന് ഇന്ന് സംശയിക്കുന്നവരുണ്ട്. ജനാധിപത്യത്തെ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടണമെങ്കിൽ രാജഭരണത്തെക്കാൾ സ്വേച്ഛാധിപത്യ ഭരണത്തെക്കാൾ ഒക്കെ അധീനമായി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭരണമാണ് നടക്കുക. അതാണ് ജനാധിപത്യം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ നടത്തുന്ന ഭരണ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെത്. ആ മഹത്തായ ആ സങ്കല്പത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ എല്ലാ ജനപ്രതിനിധികൾക്കും എല്ലാ ഭരണകൂടങ്ങൾക്കും പ്രേരണ നൽകുന്ന ദിവസമായി നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.
നമ്മുടെ പ്രദേശങ്ങളിൽ ഞാൻ ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയ്ക്ക് ഈ 5-6 പഞ്ചായത്തിലെ സ്കൂളുകളിലേക്ക് വിവിധ പരിപാടികൾക്ക് പോകുന്നത്. പക്ഷേ സ്വാതന്ത്ര്യദിനത്തിന്റെ മുന്നോടിയായിട്ട് ഇപ്രകാരമുള്ള ഫ്രീഡം സ്പീച്ച് എല്ലാ വർഷവും സോണി സാറ് ഈ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായി വന്നതിന് ശേഷം തുടങ്ങിക്കുറിച്ച പദ്ധതിയാണ്. ഇത് 3ാമത്തെ വർഷമാണ് സ്വാതന്ത്ര്യദിന തലേന്ന് ഫ്രീഡം സ്പീച്ച് എന്ന പേരിൽ പ്രഭാഷണ പരമ്പര രാവിലെ ആരംഭിച്ച് ഉച്ചവരെ രാഷ്ട്രത്തെ കുറിച്ച് അറിയാവുന്നത് പോലെ ഓരോരുത്തരും വന്ന് ഇവിടെ സംസാരിക്കുമ്പോൾ ഓരോ സംസാരത്തിലും ഒരുപക്ഷെ ഒരു വാക്കെങ്കിലും, ഞാൻ ഇത്രയും സമയം സംസാരിച്ചു, എൻ്റെ സംസാരത്തിൽ ഒരു വാക്കെങ്കിലും നിങ്ങൾക്ക് സ്പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇവിടെ 10-25ഓളം ആളുകൾ വന്ന് പ്രസംഗിക്കുമ്പോൾ അതിലൂടെ എല്ലാവരുടെയും പ്രഭാഷണങ്ങളിൽ നിന്നും ഒരു ചെറിയ കാര്യമെങ്കിലും നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ ജ്വലിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം വാസ്തവത്തിൽ സക്സസ് ആയി. അപ്പോൾ ആ നിലയ്ക്ക് നമ്മുടെ പ്രദേശത്തെ ജനപ്രതിനിധികളെയും മറ്റ് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇവിടെ ഇരിക്കുന്ന വിവിധ സംഘടനകളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം പ്രഭാഷണ പരമ്പര ഇവിടെ സംഘടിപ്പിച്ച വെള്ളനാട് സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിനെയും അതിന്റെ ബഹുമാനായ ഹെഡ് മാസ്റ്റർ പ്രിയങ്കരനായ സോണി സാറ് എൻ്റെ ഒരു വലിയ ഒരു സുഹൃത്തു കൂടിയാണ്. സാറ് വളരെ നല്ല നിലയ്ക്ക് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം നടത്തുന്നു. വിശിഷ്യ ഒരു ഇന്നോവേറ്റീവായി ഈ പ്രോഗ്രാം എല്ലാ വർഷവും ഇവിടെ സംഘടിപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാക്കുവാനും ഇത് കൂടുതൽ സ്കൂളുകളിലേക്ക് ഇത് വ്യാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സ്കൂളുകളും ഇതിന് മാതൃകയാക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ഈ പ്രോഗ്രാമിന് വളരെ സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ വെള്ളനാട് സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ 2025 സ്വാതന്ത്ര്യദിനം 79ാം സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഫ്രീഡം സ്പീച്ച് പരമ്പരയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കുന്ന മൂലം വളരെ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.